ഹലോ ഗൈസ്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അച്ഛനാണ് എന്നെ ആദ്യമായിട്ട് കൃഷിഭവനിൽ കൊണ്ടുപോയത്. അങ്ങനെ ആ ഒരു ഓർമ്മയിലാണ് ഞാൻ തൃക്കാക്കരയിലുള്ള കൃഷിഭവനിലേക്ക് സാധനം കൂട്ടി പോയത്. പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് വലിയ സെറ്റപ്പായിട്ട് ഇപ്പോൾ ഇവിടെ വർഷങ്ങൾക്ക് ശേഷം വരുന്നതുകൊണ്ട് എനിക്ക് സ്ഥലം മാറിപ്പോയോ, കൃഷിഭവൻ ഇടുന്ന് പൂട്ടിപ്പോയോ, ഇത് വേറെ വല്ല ബിൽഡിംഗ് ആണോ എന്നൊക്കെ വിചാരിച്ച് ആദ്യം ഞാൻ കുറേ മുന്നോട്ട് പോയി നോക്കി. പിന്നെ താഴത്തോട്ട് സൂക്ഷിച്ച് നോക്കി കൺഫേം ചെയ്തിട്ടാട്ടോ ഞാൻ അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന കുറേ വെറൈറ്റീസ് ഓഫ് വെസൽസും ചെടികളും പ്ലാന്റ്സ് വെക്കാനുള്ള പോട്ട്സും അങ്ങനെ ഒത്തിരി സീഡ്സും ഫെർട്ടിലൈസേഴ്സും ബില്ലിങ്ങും ഒക്കെ ആയിട്ടാണ് ഈ പുതിയ ബിൽഡിംഗ് വരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്ന കുറച്ച് പച്ചക്കറിയുടെ തൈകളും സീഡ്സും ഒക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് സമൂസ ചാറ്റ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. കാര്യം പറയാലോ, നല്ല ടേസ്റ്റ് ആയിരുന്നു അവിടുത്തെ സമൂസ ചാട്ടിന്. അല്ലെങ്കിലും ആ മെയിൻ റോഡ് വഴി പോകുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും, കൺട്രോൾ കളയുന്ന രീതിയിൽ. പിന്നെ ഞങ്ങളിതേ ഗോതമ്പും പയറും ഒക്കെ പൊടിപ്പിക്കാൻ കൊടുത്തത് വാങ്ങാൻ കയറിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കുമ്പോഴാണ് കേട്ടോ പൂച്ചപ്പഴത്തിൻ്റെ ചെടി കാണുന്നത്. ഇവിടെ പൂച്ചപ്പഴം എന്നാണ് പറയാറുള്ളത്. ഒരു നെറ്റ് പോലെ പൊതിഞ്ഞ് അതിൻ്റെ അകത്താണ് ഈ പഴം ഉണ്ടാകുന്നത്. പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ ഒരു ചെറിയ മധുരമുള്ള വേർഷൻ എന്ന് പറയാം ഇതിൻ്റെ ടേസ്റ്റിന്. അമ്മ ചെറുതിലെ തൊട്ട് ഇതൊക്കെ പറിച്ച് തിന്ന് നടന്നതുകൊണ്ടും കുഞ്ഞിലെ എനിക്കും കുറേയൊക്കെ തന്നിട്ടുള്ളത് കൊണ്ട് ഇങ്ങനത്തെ കുറച്ച് ചെടികളും കായ്കളും ഒക്കെ എനിക്കും അറിയാം കേട്ടോ. അങ്ങനെ ദേ പൊടികളെല്ലാം വാങ്ങി നേരെ വീട്ടിൽ വന്ന് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന തൈക്കൊക്കെ വെള്ളം ഒഴിച്ച് അത് നമ്മളൊരു സൈഡിലോട്ട് മാറ്റി വെച്ചു കേട്ടോ. ഇപ്പം എന്തായാലും നമ്മൾ നടുന്നില്ല, കുറച്ച് വലുതാവട്ടെ എന്ന് ഓർത്തു. അങ്ങനെ ദേ പിന്നെ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ട് നമ്മളടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചാമ്പക്കേൻ്റെ അടുത്തോട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതിനും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് മുറ്റത്തൊക്കെ നടക്കാമെന്ന് വിചാരിച്ചു. ഒത്തിരി മുറ്റമൊന്നും ഇല്ലെങ്കിലും. പിന്നെ അതെ, സപ്പോർട്ട് നടാനുള്ള സ്ഥലം ഞാൻ ഇതുവരെ ഫിക്സ് ആക്കിയിട്ടില്ലാത്തതുകൊണ്ട് ഇതുവരെ നട്ടിട്ടില്ല കേട്ടോ. എന്നെ ഇതുവരെ നടാറായി ലേഡി എന്നും പറഞ്ഞ് നിൽക്കുന്നവനോടാണ് ഞാൻ എന്നും പോയിട്ട് കിന്നാരം പറയാറുള്ളത്. പിന്നെ നമ്മുടെ കുരുമുളകും പറിക്കാറായിട്ട് നിൽക്കുക കേട്ടോ. ബട്ട് എനിക്ക് ടൈം കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നേരെ വീട്ടിൽ കയറി വൈകിട്ടത്തേക്കുള്ള ഫ്രൂട്ട്സ് മുറിക്കാൻ എടുക്കുമ്പോൾ എനിക്ക് അവിടെ റോബസ്റ്റയുടെ പഴം ഉണ്ടെങ്കിൽ അത് അധികം പഴുക്കാത്തത് നോക്കി ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കും കേട്ടോ. കാരണം എനിക്ക് ഒത്തിരി പഴുത്ത് പോയിട്ടുള്ള ടേസ്റ്റ് എനിക്കത് ഇഷ്ടമല്ല. ഇങ്ങനെ വെക്കുന്ന തണുത്തിട്ടുള്ള ഒരു പഴം കഴിക്കാനും വേറൊരു ടേസ്റ്റാണ്. ഒരു 3 to 4 days വരെയൊക്കെ ഇത് നല്ല സുഖമായിട്ട് ഫ്രിഡ്ജിലിരുന്നോളൂ കേട്ടോ. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കാര്യമാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് നിൽക്കുമ്പോഴാണ് കേട്ടോ പിള്ളേർ വരുന്നത്. എന്നെ കണ്ടില്ലെങ്കിൽ നേരെ റൂമിലാണെങ്കിലും അടുക്കളയിലാണെങ്കിലും അവരെല്ലാവരും കൂടെ അന്വേഷിച്ച് വരും. പിന്നെ ഈ ഫ്രൂട്ട്സൊക്കെ ഞാൻ അവർക്കും കൊടുക്കാറുണ്ട് കേട്ടോ. എന്താണോ ഉള്ളത് കൊടുക്കാറുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് നിൽക്കുമ്പോഴാണ് അന്നത്തെ അവസാനത്തെ ആളായിട്ട് ആദ്യം കയറി വരുന്നത്. പുറത്ത് ആര് വന്നാലും ഇങ്ങനെ വിളിക്കാനായിട്ട് വാല് പോലെ ആൾ പോകട്ടോ അകത്തുള്ളവർ.